الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وأن المساجد لله فلا تدعوا مع الله أحدا സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ സുഹൃത്തുക്കളെ അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും സാഹചര്യങ്ങളിലും പരമാവധി മുറുകെ പിടിച്ച് അല്ലാഹുവിന്റെ തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ഭക്തിയുള്ള അടിമകളായി ജീവിക്കാൻ പരിശ്രമിക്കണം പ്രാർത്ഥിക്കണമെന്ന് എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ ശക്തമായ ഭാഷയിൽ ഉണർത്തുന്നു ഉപദേശിക്കുന്നു വസിയത്ത് ചെയ്യുന്നു അല്ലാഹു അതിന് നമ്മെ സഹായിക്കുമാറാകണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാന നാള് വരെ ജനിച്ച് മരിക്കാൻ പോകുന്ന ആളുകൾക്ക് കണക്കാക്കിയിട്ടുള്ള സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള സ്വർഗവും നരകവും ഒന്നാണ്. ഓരോ സമുദായത്തിന് അവരവരുടെ ആയുർദൈർഘ്യമനുസരിച്ച് വേറെ വേറെ സ്വർഗ നരകങ്ങളില്ല. എന്നാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചക സമൂഹം വരെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന പ്രകടമായ ഒരു വസ്തുത അവരുടെ ആയുസ്സിലൊക്കെ വലിയ അന്തരമുണ്ട് എന്നതാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം 960 കൊല്ലമാണ് ജീവിച്ചിട്ടുള്ളത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലമാണ് ജീവിച്ചിട്ടുള്ളത്. അങ്ങനെ താഴേക്ക് വരുമ്പോഴും ആയുർദൈർഘ്യം കുറഞ്ഞു എന്റെ ഉമ്മത്തിന്റെ ആയുർദൈർഘ്യം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ 960 തുടങ്ങി 60-ലോ 70-ലോ എത്തിയിരിക്കുന്ന മനുഷ്യന്റെ ആയുസ് ഇവർക്കെല്ലാവർക്കും പോവാനുള്ള സ്വർഗവും നരകവും ഒന്നാണ്. എന്താണ് അതിന്റെ ലോജിക്?
960 കൊല്ലം ഇബാദത്ത് ചെയ്ത് മരിച്ചു പോയ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ അനുയായികൾ പോയ സ്വർഗത്തിൽ എങ്ങനെയാണ് 60 70 കൊല്ലം ജീവിച്ച് നമ്മൾ പോവുക? അള്ളാഹു നീതിമാന്മാരിൽ ഏറ്റവും നീതിമാനല്ലയോ? ഉറപ്പാണ്, സംശയമില്ലെങ്കിൽ എവിടെ നീതി? 960 കൊല്ലം ജീവിച്ച് ഇബാദത്ത് ചെയ്ത് മരിച്ചു പോയൊരു സംഭവം. 950 കൊല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മളും അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരേ സ്വർഗത്തിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലോജിക് ഇല്ലായ്മയുണ്ടല്ലോ. എങ്ങനെ നമ്മൾക്ക് അവിടെ പോയ സ്വർഗത്തിൽ പോകാൻ സാധിക്കും? മറ്റൊരു അത്ഭുതം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്താണ് ആദ്യം സ്വർഗത്തിൽ പോവുക. അതെങ്ങനെ മനസ്സിലാവുക? ആദ്യം പോണതാണ് 960 കൊല്ലം ജീവിച്ച് ഇബാദത്ത് ചെയ്ത് മരിച്ചു പോയ ആളുകൾ. ഇവിടെയാണ് ഒരു മുസൽമാന്റെ ഒരു ദിവസത്തെ ജീവിതത്തിലെ 5 നേരത്തെ നമസ്കാരം സംഘടിതമായി നമസ്കരിക്കുന്നതിന്റെ പ്രാധാന്യം. നമ്മൾക്ക് എണ്ണത്തിൽ 60 70 കൊല്ലമാണ് അള്ളാഹു തരുന്നതെങ്കിൽ പോലും വർണ്ണത്തിൽ, അതിന്റെ ഫലത്തിൽ അതിനെയൊക്കെ തോൽപ്പിക്കുമാറും പ്രതിഫലം വാരിക്കൂട്ടുവാനുള്ള സന്ദർഭം അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിനെ ഫലത്തിൽ ഇരട്ടിപ്പിക്കാനും മൾട്ടിപ്ലൈ ചെയ്യുവാനുള്ള അവസരങ്ങൾ നിരവധി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ജമാഅത്ത് നമസ്കാരം. നമ്മൾ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് തഹജ്ജുദ് നമസ്കാരത്തെ പറ്റിയാണ്. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിനെ പറ്റിയാണ്. അത് കഴിച്ച വിശ്വാസി അവന്റെ ജീവിതം ആരംഭിക്കുന്നത് പള്ളിയിൽ പോയി 5 നേരത്തെ നമസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതോടെയാണ്. ഇവിടെ 2 കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, പള്ളിയും വിശ്വാസിയും തമ്മിലുള്ള ബന്ധം. എന്താണ് പള്ളിയുടെ പ്രാധാന്യം? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേത് എന്ന ചോദ്യത്തിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത മറുപടി മസാജിദുഹ, അല്ലാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളാണ്. അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള സ്ഥലമേത് എന്ന ചോദ്യത്തിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയിന്റെ സഹായത്തോടെ മറുപടി അസ്വാഖുഹ, അത് അങ്ങാടികളാണ്. പള്ളി നമ്മെ അല്ലാഹുവിലേക്ക് എത്തിക്കുമ്പോൾ ഒരു മഹല്ലിലെ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധയും താല്പര്യവും ചിന്തയും 5 നേരം അല്ലാഹുവിലേക്ക് ചേർക്കുന്ന ഇടത്തിന്റെ പേരാണ് സത്യത്തിൽ പള്ളി എന്ന് പറയുന്നത്. ആ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ദിവസം ആരംഭിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളി അലങ്കരിക്കേണ്ടത് എങ്ങനെയാണ്? പള്ളിയുടെ അലങ്കാരം എന്ന് പറയുന്നത് അതിന്റെ നിർമ്മാണ ശാലയല്ല. ഇന്ന് നമ്മുടെ പല മഹല്ലുകളും വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ പള്ളിയെ അനുകരിക്കാനുള്ള ശ്രമം ഗ്രാമങ്ങളിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ചില പള്ളികളിൽ കയറിയത് ഗൾഫിലെ പള്ളിയാണോ പോയി അലങ്കരിക്കുക. പള്ളിയെ അലങ്കരിക്കേണ്ടത് ആരാധനയിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളി. 1,00,000 റക്അത്തോ 1000 റക്അത്ത് നമസ്കരിച്ച കൂലി കിട്ടുന്ന പള്ളി. ആ പള്ളി ഈത്തപ്പന പറയും. യാതൊരു നിർമ്മാണ സാധ്യതയുമില്ല. 1,00,000 പ്രതിഫലം കിട്ടുന്ന ഹറം വെളി തുറന്ന സ്ഥലമായിരുന്നു. മസ്ജിദ് അഖ്സ ഇതുപോലെ തന്നെ ഈത്തപ്പന നിർമ്മിച്ചതാണ്. ഞാൻ പള്ളി നന്നാക്കുന്നതിനോ മറ്റു വശത്തിനെതിരല്ല. പക്ഷേ പള്ളിയെ അലങ്കരിക്കേണ്ടത് ഇബാദത്തിലൂടെയാണ്. അമൽ മസാജിദ ഫഹിയ യൗമ ആമിറത്തുൻ കഅന്നഹാ മിൻ ഖുസൂരിൽ ഫസ്റൂമി. ഇത് ചില പള്ളികൾ കണ്ടാലും പേർഷ്യൻ രാജാവിന്റെയും റോമൻ രാജാവിന്റെയും കൊട്ടാരമാണെന്ന് തോന്നിപ്പോകുന്ന കൊട്ടാര സമാനമായ പള്ളികൾ. അവിടെ നമസ്കരിക്കാനാണ് فما يصلي بها إلا مؤذنها أو الإمام ولكن دون مأمومين.
വിളിക്കുന്ന മുഅദ്ദിനുമല്ലാതെ ഒരാളോട് നമസ്കരിക്കാൻ പുറത്തുനിന്ന് വരാത്ത പള്ളികൾ. ചില പള്ളികളിൽ ചെന്നാൽ ആരാണ്ടാവുക? യാചിക്കാൻ വന്ന പാവങ്ങൾ, പട്ടിണി പാവങ്ങൾ, ദുർബല, ആ നാട്ടിലെ പ്രമാണിമാരോ യുവാക്കളോ എത്തിച്ചേരാത്ത, എന്നാൽ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരമാണോ തോന്നുന്ന പള്ളികൾ ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് പറയാൻ. പള്ളിയുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ പ്രതിഫലം ആ പള്ളിയിലേക്ക് പോകുന്നതിനും പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നതിനും അല്ലാഹു ആ പോകുന്ന ആൾക്കും വരുന്ന ആൾക്കും ഓരോ സദ്യ പരലോകത്ത് സ്വർഗത്തിൽ ഒരുക്കി വെക്കുമെന്നാണ്. അല്ലാഹുവിന്റെ സദ്യയാണ് സഹോദരങ്ങളെ. മുഖ്യമന്ത്രിയുടെ കൂടെ ചായ കുടിക്കാൻ, അദ്ദേഹത്തിന്റെ കേരളയാത്രകളിൽ അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ, അദ്ദേഹത്തോട് സംസാരിക്കാൻ മത്സരിക്കുന്നത് നമ്മൾ സെലിബ്രിറ്റികളായിട്ടുള്ള സിനിമാ നടിമാരും സ്പോർട്സ് താരങ്ങൾ വരുമ്പോ അവരെ നോക്കി കാണാനും അവരെ കുറയിക്കാനും മത്സരിക്കുന്നത് നമുക്കാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യൻ, തിരിച്ചു വരുന്ന മനുഷ്യൻ സ്വർഗത്തിൽ ഒരുക്കുന്ന സദ്യയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? 1,24,000 പരം അമ്പിയാ മുസ്ലിങ്ങൾ, 2.5 ലക്ഷം സ്വഹാബികൾ, ലോകാവസാന വരെയുള്ള വിശ്വാസികൾക്ക് മാതൃകയായ അവതരിച്ച മറിയം ബീവിയും ആസിയ റളിയല്ലാഹുഅൻഹയും, പരിശുദ്ധ ഖുർആനിൽ പേര് പറയാൻ മാത്രം മഹത്വമുള്ള ലുഖ്മാൻ ഹക്കീം റഹിമഹുല്ലാഹ്, ഇങ്ങനെ തുടങ്ങി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും പറയാത്തതുമായ സകലമായ പ്രവാചകന്മാരും മുൻഗാമികളും മുഴുവൻ ഒത്തുചേരുന്ന ഒരു സദ്യ. നമസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നതിന് ഒരു സദ്യ, തിരിച്ചിങ്ങോട്ട് വരുന്നതിന് സദ്യ. മനസ്സിലാക്കണം നമ്മൾ. ഒരു വിശ്വാസികളുടെ ചിത്രം ആരംഭിക്കേണ്ടത് സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്തിലാണ്. സ്വാഭാവികമായി അതാണ് പള്ളിയുടെ ഒന്നാമത്തെ പ്രത്യേകത. ഒന്ന്. രണ്ടാമത്തത്, വീട്ടിൽ നിന്ന് ഉദൂഅെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്നവൻ ഇഹ്റാം ചെയ്ത ഹാജിയെ പോലെയാണ്. ഇഹ്റാത്തിൽ വെച്ച് ഡ്രസ് മാറ്റി ഇഹ്റാമിന്റെ വേഷം ധരിച്ച് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത വൽ മുൽക് ലാ ശരീക ലക എന്ന് ദിഗന്ധങ്ങൾ വേദിക്കുമാറുന്നതിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ ഭവനം തേടി പോകുന്ന ഹാജിമാരെ പോലെയാണ് തന്റെ വീട്ടിൽ നിന്ന് ഒന്നുമെടുത്ത് അവന്റെ വീട്ടിലെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്നവരെന്ന് പറയുമ്പോൾ പള്ളി നമ്മൾക്ക് നൽകുന്ന മഹത്വം എത്രയാണ്. 3. പള്ളിയിലേക്ക് പോകുമ്പോ വളരെ വൃത്തിയോടുകൂടി സുഗന്ധദ്രവ്യം പൂശി ഏറ്റവും നല്ല ഡ്രസ് ഇട്ട് പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞത് ഖുർആനാണ്. നമ്മളെ ഡ്രസ്സാണ് ആലോചിക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് രാവിലെ സുബീന്റെ മുഴിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് കുളിച്ച് ഏറ്റവും നല്ല ഡ്രസ് ഇട്ട് മൊബൈലൊക്കെ എടുത്ത് പള്ളിക്ക് പോകുമ്പോ എന്റെ പെണ്ണുങ്ങളൊക്കെ ചോദിക്കാം, നിങ്ങളുടെ വെലുവിലല്ലേ? അതെന്താ കാരണം? പള്ളിയിങ്ങനെ പണിയുണ്ടല്ലോ. അവിടുന്ന് അങ്ങോട്ട് വേറെ പരിപാടി ഉണ്ടാവില്ലേ? പരിപാടിക്കല്ലേ നല്ല മുട്ടാഴുള്ളൂ. ഓരോരുത്തര് രാത്രി കിടക്കുമ്പോ താക്കള്ളിൽ കൊണ്ടും ആ പള്ളിയിൽ വരുന്നില്ലേ സഹോദരന്മാരെ? അണ്ട് ഓരോന്ന് തലശ്ശേരി ഒരു മിനിറ്റ് ഡ്രസ് ഒന്ന് മാറട്ടെ. ആർക്ക് വേണ്ടി? അല്ലാഹുവിന്റെ ഭവനത്തിനാണോ പ്രാധാന്യം? തലശ്ശേരിക്കാണ്. നമസ്കരിക്കാൻ മാത്രം ഡ്രസ് ഉണ്ടായിരുന്നു. അതാ പള്ളിയോട് കാണിക്കുന്ന ആദരവിന്റെ ഭാഗ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് രാത്രി 2 മണി കഴിയും, കുളിക്കും, ഏറ്റവും നല്ല ഡ്രസ്സും ഏറ്റവും തരമുള്ള പെർഫ്യൂം ഉപയോഗിച്ചും ലൈറ്റ് ഓഫ് ആക്കി നിസ്കരിക്കും. അപ്പൊ ഭാര്യ ചോദിച്ചു, പണിയുണ്ടോ? ഇതൊക്കെ ചെയ്ത് ലൈറ്റ് ഓഫ് ആക്കുകയാണെങ്കിൽ ഏതെങ്കിലും പ്രാവശ്യം ഏതെങ്കിലും ഉണ്ടാവേ. ഇതാ മാലിക് റഹിമഹുല്ലാഹ് മറുപടി, എന്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹം ഞാൻ ആദ്യമായി പ്രകടിപ്പിക്കേണ്ടത് അള്ളാന്റെ മുമ്പിലല്ലേ? അള്ളാഹിന് അഞ്ചിന്റെ ആവശ്യമില്ലല്ലോ, അള്ളാഹിന്റെ വെളിച്ചത്തിന്റെ ആവശ്യമില്ലല്ലോ. അതാണ് പള്ളിയോട് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. 3. ധൃതിപ്പെട്ട് പള്ളിയിലേക്ക് വരാതരമാണ്. ചില മനുഷ്യന്മാര് ജമാഅത്ത് പഠിക്കുന്നവർ വാശിയുണ്ട്.
പാടില്ല. നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ വളരെ സാവധാനം, ഭക്തിയോടുകൂടി, വഖാറോടുകൂടി, തഖ്വയോടുകൂടി നടക്കുക. എന്നിട്ടോ പള്ളിയിൽ കയറി എത്ര കാത്ത കിട്ടിയത് ഇമാമിനോട് നിസ്കരിക്കാം. കൂടി പള്ളിയോടുള്ള അനാദരവാണ് ഓടി ചാടി കയറുന്നത്. അള്ളാന്റെ ഭവനാണ്, അള്ളാന്റെ ഭവനമാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ നടക്കുന്നതിന് പോലും മര്യാദയില്ല. മുമ്പിലെ ശ്രദ്ധിക്കണം. ബാക്കിലുള്ള ആളുകൾ ഇങ്ങനെ ചാടി 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 വരിക. അവിടെ അത് താഴെയില്ല. ഈ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പള്ളിയാണ് മുമ്പിലെ സംഭവിക്കണം. മാത്രമാണ് നേരത്തെ വന്നോ, നേരത്തെ വരണം. നേരത്തെ വന്നിട്ട് ഓരോരുത്തരെ തോന്നുമ്പോൾ ചാടി ചാടാറില്ല, പാടില്ല. പള്ളിയുടെ ആദരവില്ല. പറഞ്ഞു നിങ്ങൾ എല്ലാവരും അള്ളാഹുവോട് സംസാരിക്കുന്ന സ്ഥലം പള്ളി. അതുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്. ഖുർആൻ ഓതിയിട്ട് പോലും, പരിശുദ്ധ ഖുർആന്റെ പാരായണം ശബ്ദമുയർത്തി പോലും തൊട്ടടുത്ത് നമസ്കരിക്കുന്ന ഒരാൾക്ക് പ്രയാസം ഉണ്ടാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഖുതുബ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കൊണ്ടുപോയണം. ചെവിയോട്ട് കേട്ടാൽ നമ്മൾക്ക് ഈ അപകടമല്ല. നമ്മളൊക്കെ കേട്ടേ ചെവിയോട്ടാ. ചെവിക്ക് രണ്ട് ചെവിന്റെ കാരണമാണ് ഇതിനെ കെട്ടിത്തള്ളു. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയുടെ നാട്ട് കുറുകാൻ പഠിച്ച നാട്ടുകൊണ്ട കേട്ടിട്ടത് ചെവിയോട്ടാ അല്ല. അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ, ദീനിന്റെ ഉപദേശങ്ങൾ, ഖുതുബ ക്ലാസുകൾ കേൾക്കാൻ ചെവിയോട്ടല്ല, ഹൃദയം കൊണ്ട് കേൾക്കണം. ഹൃദയം കൊണ്ട് കേട്ടോ നമ്മൾ നടക്കൂല. ഒരാളിങ്ങനെ അങ്ങാടി ഒഴിച്ച് ആക്ഷേപിച്ച മരണം വരെ നടക്കുമോ? ഇല്ല. കേട്ടത് ഹൃദയം കൊണ്ടാ, ചെവി കൊണ്ടല്ല. മറക്കൂലെന്ന് ഞാനെപ്പോഴും മറക്കൂല. അള്ളാന്റെ നീ കേൾക്കണോ? ചെവി കൊണ്ട്. ഇതിലെ കേട്ട് കേൾപ്പി. അതുകൊണ്ട് എന്ത് കേൾക്കണം? ഖുതുബ കേൾക്കുമ്പോ പള്ളിയിൽ, പ്രവാചകന്റെ പള്ളി മണലാണ്. ആ മണലിൽ കല്ലുകളുണ്ടാവും. വെറുതെ ഖുതുബ കേൾക്കുന്നുണ്ട്, അതിന്റെ അടുത്തൊരു കല്ലെടുത്ത് ആ കല്ലിന്മലിങ്ങനെ ആ കല്ലിന് പകരങ്ങളെന്ത് കയ്യിലുണ്ടാലോ മൊബൈല, ഇന്നത്തെ മൊബൈല, അതൊന്നുമല്ല. ഖുതുബ കേൾക്കുന്നുണ്ട്, ആരോ മനുഷ്യന്മാരെ നെറ്റി പോയി. ജുമുഅന്റെ പൂർണ്ണമായ പ്രതികളായ കിട്ടൂല. നിങ്ങൾ പള്ളിയിൽ അറിയാം, അവിടെ നിൽക്കണ മണലിൽ കുഞ്ഞു കിടന്നതിൽ കല്ലെടുത്ത് കല്ലുകളൊന്നും ഇങ്ങനെ വരതിയാൽ അവന്റെ ചുമഴിലാണ് അസുഖം. ആരെങ്കിലും അത്രയും ഗൗരവമുള്ളതാണ് പറയുന്നതാണ്. ആരാവട്ടെ ശ്രദ്ധിച്ചു കേൾക്കണം. അതിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും പാടില്ല. അത് പള്ളിയോടുള്ള ആദരവിന്റെ ഭാഗമാണ്. അങ്ങനെ പള്ളിയിൽ വന്നു, വലത് കാലം വെച്ച് കയറുന്നു, പ്രാർത്ഥന ചൊല്ലുന്നു, രണ്ടരക്കാലത്ത് നമസ്കരിക്കുന്നു. പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നു. എങ്കിൽ ആദ്യത്തെ ദിവസത്തിലെ ആദ്യത്തെ നമസ്കാരം സുബഹിന്റെ ജമാഅത്ത. ഇന്ന് നമ്മൾ എത്ര പേർക്ക് അത് കിട്ടിയെന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നമായി കിടക്കുന്നു. മരണകാരണമായ രോഗം മൂർച്ഛിക്കുന്നു. പ്രവാചകന് ഓർമ്മയുണ്ടാകുന്നു. ഓരോരുത്തരും ആഗ്രഹിക്കുന്നു, നമസ്കരിച്ചോ ഇല്ല എന്ന് പറയുമ്പോഴേ ഓരോ പോകുന്നു. വളരെ വൈകി. അവസാനം നിങ്ങൾ അബൂബക്കറോട് ഇമാമ നമസ്കരിക്കാൻ പറയണം. ഇമാമായി നമസ്കരിക്കുന്നു. പ്രവാചകന്റെ ബോധം തിരിച്ചു വരുന്നു. അദ്ദേഹം കേൾക്കുന്നു. വിരിഞ്ഞി ആ സപ്പിൽ നോക്കി അവസാനമായി ചിരിക്കുന്നു. തന്റെ പുയ്യാപ്പ അയ്യമാറിക്കുന്നു. അവരുടെ രണ്ടുപേരും തോൽ കൈവിട്ട് കാലിങ്ങനെ മണലിലൂടെ ഇഴച്ച് പ്രവാചകൻ പള്ളിയിലേക്ക് വരുന്നു. ജമാഅത്തിന്റെ പ്രാധാന്യം മനസ്സിലായോ? മരിക്കുന്നതിന് മിനിറ്റുകൾ മുമ്പാണ് തന്റെ തോളിൽ കൈ തോളിലും അയ്യത്താവിന്റെ തോളിലും കാല് മേപ്പടി ശ്രദ്ധിക്കാൻ ആരോഗ്യമല്ല. അത് മണലിലൂടെ വലിച്ചടച്ചുകൊണ്ട് പ്രവാചകൻ പള്ളിയിലേക്ക് വരുന്നു. അത്ര പ്രാധാന്യമുണ്ട് ജമാഅത്ത് നമസ്കാരത്തിന്. ആ നമസ്കാരത്തിന് നമ്മൾ എന്ത് വില കൊടുക്കുന്നു എന്ന് ഓരോരുത്തരും ആലോചിക്കുന്നുണ്ട്.
ഒരു വീടുണ്ടാക്കുമ്പോഴേ കിച്ചൺ എങ്ങനെയാണെന്ന് കൂടാൻ പറഞ്ഞില്ല, ഡൈനിങ് ഹാൾ എവിടെയാണെന്ന് പറഞ്ഞില്ല, മറ്റൊന്നും റസൂൽ പറഞ്ഞിട്ടുള്ള ഇസ്ലാം അവരെ കഷ്ടപ്പെട്ടാക്കാം. പക്ഷേ അള്ളാഹു വീടുണ്ടാക്കുമ്പോ നിർബന്ധമായി പറഞ്ഞ സംഗതി നിങ്ങളുടെ വീട്ടിന്റെ ഏത് ഭാഗത്തുനിന്ന് കിബിലക്ക് നേരെ തിരിയാൻ കഴിയുന്ന രൂപത്തിലാവണം നിങ്ങളുടെ വീടുണ്ടാക്കണം. നമസ്കരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവണമെന്നാണ്. അത് സുന്നത്തിസ്കാരം. ഫർദുസ്കാരം ജമാഅത്തായി നമസ്കരിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് നമ്മൾ ഈ ചുരുങ്ങിയ ആയുസ് ഒരുപാട് വർഷം ജീവിച്ച് മരിച്ചു പോയ മുൻഗാമികൾ പോയ സുഹൃത്ത് പോവാന്ന് വെച്ചാൽ, നമ്മുടെ ആയുസ് ചെറുതാണെങ്കിൽ അത് വണ്ണത്തിലും ഫലത്തിലും ഇരട്ടിപ്പിക്കുവാൻ അള്ളാഹു നൽകിയ ഒന്നാണ് ജമാഅത്ത് നിസ്കാരം. എങ്ങനെ ചോദിച്ചാൽ, ഒരു ദിവസത്തെ ഒരു നേരത്തെ നമസ്കാരം ഒറ്റക്ക് നമസ്കരിക്കുന്നതും അതേ നമസ്കാരം ഇമാമിന്റെ നമസ്കരിക്കുന്നതും 27 ഇരട്ടി കൂലിണ്ട് നമുക്ക് എല്ലാവരും പറയും. അതങ്ങനല്ല മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു ദിവസത്തെ 5 നേരത്തെ നമസ്കാരം ഒരാൾ ഇമാമിന്റെ മഹത്വം നമസ്കരിച്ചാൽ ഒരു ദിവസം 27 ദിവസമായി മാറും. ഒരു മാസം 27 മാസമായി മാറും. ഒരു കൊല്ലം 27 കൊല്ലമായി മാറും. അങ്ങനെ 60 കൊല്ലം ജീവിച്ചാലോ മൊബൈലിന്റെ കയ്യിൽ പോകുന്ന കമ്പനിയൊക്കെ. അതാണ് ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് കഴിഞ്ഞ് സ്വഹാബികൾക്ക് നേരെ തിരിഞ്ഞ് സഫുകൾ പരിശോധിക്കുന്നു. അപ്പൊ ചില ആളുകൾ ഉണ്ടാവില്ല, ചില ആളുകൾ കാണില്ല. അപ്പൊ ചോദിക്കുന്നു, എവിടെ പോയി ഇന്ന ആളുകൾ? അവരെ കാണില്ലല്ലോ. അപ്പോ അയൽവാസി പറയും, ആ മനുഷ്യൻ ആരെയാണോ പ്രവാചകൻ അന്വേഷിച്ചത് അയാളെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സ്വഹാബി പറയും, അയാൾ രോഗിയാണ് സുരേ, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടുത്തെ യാത്ര പോയിട്ട് നാട്ടിലില്ല. അപ്പൊ നാട്ടിൽ ആരൊക്കെയാണ് രോഗി, ആരൊക്കെയാണ് നാട്ടിൽ ഇല്ലാത്തത്? നാടിന്റെ പൾസ് അല്ലാഹു റസൂൽ മനസ്സിലാക്കിയത് സുബീന്റെ സംഭവിക്കില്ല, മൊബൈൽ നോക്കിയിട്ടല്ല, വാട്സപ്പ് നോക്കിയിട്ടല്ല, മെസ്സേജ് നോക്കിയിട്ടല്ല. ഇന്നെന്നാണ് ഇമാമ നമസ്കരിച്ചിട്ട് ബാക്കോട്ട് നോക്കി പൾസ് നോക്കി അവന്റെ പൾസിട്ടാലേ പരിശോധിച്ചു. അങ്ങനെ ഒരിക്കലും ചോദിച്ചപ്പോ ഇന്ന ആളൊന്നും കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, പ്രവാചകനെ ഞങ്ങൾ വരുമ്പോ അവരെ വിളിച്ചിരുന്നു, അവരെഴുന്നേറ്റിരുന്നു. ഇന്നലെ ഉണ്ടല്ലോ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് ജോലി ചെയ്തിട്ട് ഭയങ്കര ക്ഷീണം. അങ്ങനെ ഒരു പറഞ്ഞു, പള്ളിക്ക് വരാനാവില്ല, കൂലി ഇന്ന് ഞങ്ങൾ ഇവിടെ നിസ്കരിക്കട്ടെ, എന്നാ പിന്നെ ഞങ്ങൾ പൊട്ടട്ടോ. അങ്ങനെ പോകുന്ന അവര് നിസ്കരിക്കാത്തോളോ പള്ളിക്ക് വരാത്തോളോ ജമാഅത്തിൽ വരാൻ ആഗ്രഹിക്കാത്തോളോ അല്ല, ജോലി മാറുകൊണ്ട് ഇന്ന് തല കൊണ്ടല്ലോ പ്രവാചകരെ. അതുകൊണ്ട് ഞങ്ങൾ അവരെ നിർബന്ധിച്ചിട്ടില്ല, അവർ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടില്ല. എന്താ പറയുന്ന മറുപടി? നിസ്കരിച്ചില്ലേ അവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നല്ലോണം കണ്ടുപോയിട്ടോ. ജമാഅത്തിൽ പോവാതെ ജമാഅത്ത് നമസ്കാരത്തെ അകാരണമായി അവഗണിക്കുന്നവർ കേൾക്കണം. എന്റെ യുവാക്കളായ സഹാബികളോട് കൽപ്പിക്കാൻ എനിക്ക് തോന്നിപ്പോകുന്നു. ഒരു വറവിന്റെ കെട്ട് നിന്റെ കൈ കൊണ്ടെത്തില്ല. ഒരു കൈയിൽ വറവിന്റെ കെട്ട്, മറ്റേ കൈയിൽ ഒരു പന്തം. എന്നിട്ട് ഈ വറവിലെത്തും ഈ പന്തവുമായി പോയി. ഇന്നലത്തെ ജോലിക്കാരനോട് ഈ സുബീജമായിട്ട് നഷ്ടപ്പെടുത്തിയവരെ ആ വീടോടുകൂടെ കത്തിച്ചു കളയാൻ എനിക്ക് തോന്നിപ്പോകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അനുയായികളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ സഹോദരന്മാരെ. ലൗലാ അശഖ്തു അലാ ഉമ്മത്തി ലഅമർതു ബിസിവാകി മഅ കുല്ലി വുദൂഇൻ. കഴിഞ്ഞാഴ്ച പറഞ്ഞ നിങ്ങൾക്ക് പ്രയാസകരമാവും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ മിസ്വാക്ക് ചെയ്യൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. നമ്മളെ സ്നേഹിച്ചിട്ട് ആ കാര്യം തറാവീഹിൽ 3 ദിവസം ജമാഅത്തായി നമസ്കരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ 27 ദിവസവും പള്ളിയിലേക്ക് വരികയോ നമസ്കരിക്കാൻ നിർബന്ധിക്കുന്നില്ല. എന്താ കാരണം? നിങ്ങളെ ആവേശം കണ്ടിട്ട് അള്ളാഹു നിർബന്ധാക്കിയാൽ നിങ്ങൾക്ക് കൊണ്ടടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാൻ സമയമായാലും നോമ്പ് തുറക്കാതെ ദിവസങ്ങളോളം തുടർച്ചയായി നോമ്പ് വെക്കാറുണ്ട്. അതിന് വിശ്വാസം പറയാം. പക്ഷെ നിങ്ങൾക്കത് പാടില്ല, നമുക്ക് പാടില്ല.
നമ്മളോട് അങ്ങനെ നോക്കാൻ പറയുന്ന സ്ഥിതി നമ്മളോട് സ്നേഹം കൊണ്ടാണ്. അതേ പ്രവാചകൻ പറയാണ് സുബീനം ഏത് നമസ്കാരം ജമാഅത്ത് നമസ്കാരത്തെ അവഗണിച്ച് വീട്ടിൽ വെച്ച് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനെ ആ വീടോടുകൂടി കത്തിച്ചു കളയാൻ എനിക്ക് തോന്നിപ്പോകുന്നു എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് രാവിലെ അത് ഒഴിവാക്കി എത്ര അടികളിൽ ആലോചിക്കുന്നത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യകളിൽ കേരള സമീപനം തപ്പം ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് സുബീ ജമാഅത്ത് ഒരു ജമാഅത്ത് ഒഴിവാക്കാം, പ്രത്യേകിച്ച് സുബീ ജമാഅത്ത് ഒഴിവാക്കാൻ വളരെ എക്സ്ക്യൂസ് ഇല്ല. ബിസിയാണോ അല്ല, ഡ്യൂട്ടി ഉണ്ടോ ഇല്ല, എന്തെങ്കിലും തിരക്കുണ്ടോ ഇല്ല, വണ്ടി ഇല്ലാത്ത വീട് തിരക്കന്മാരില്ല, ബൈക്കില്ലാത്ത വീടുണ്ടോ ഇല്ല. എന്തിനാ ബൈക്കുള്ളത്? നരശയിൽ പോവാനാ അല്ല പള്ളിയിൽ പോവാനാ. സഹോദരിമാരെ, നിങ്ങൾ ഭർത്താവിന് കാറില്ലേ? ഇതിനാ കാറ് മോള് പോവാനാ, നിങ്ങൾക്ക് പള്ളിയിൽ പോവാനാ. ഏതെങ്കിലും പള്ളി പറയുന്നോ ഇരിക്കാൻ ഞാനും നിങ്ങൾക്ക് പള്ളിയിൽ ഇല്ല അറിയുന്നോ ഇല്ല. കുണ്ടോട്ടയിൽ കാണാനുണ്ടോ ഇല്ല. മൂപ്പരൊട്ടയിൽ ടൂർ പോയാലോ മൂപ്പരങ്ങനെയാ. മൂപ്പര് ചെങ്ങായിമാരെ പറയട്ടോ ഇന്ന് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. പെണ്ണിന്റെ പരാതി ഏത് പരാതി? ടൂർ കൊണ്ടുപോകട്ടെ, പള്ളി കൊണ്ടുപോകട്ടെയോ പരാതിയില്ല. പള്ളിക്ക് വിളിച്ചാലോ പരാതി. നിമിഷദാസന്റെ ഭാര്യമാരും ഒരു വക്ത നമസ്കാരം പോലും സ്വീകരിച്ചിട്ടില്ല. എന്തെറിയോ പ്രവാചകന്റെ ഭാര്യമാർ ഒരു വക്ത നമസ്കാരം പോലും വീട്ടിൽ വെച്ച് നമസ്കരിച്ചിട്ടില്ല. എന്നാ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ നിശ്ചയിക്കാൻ പാടാണോ അല്ല. പക്ഷെ ഇന്ന് വാഹന സൗകര്യമില്ലാത്ത ഏത് പെണ്ണാണത് ഒഴിവാക്കുകയാണ്. അങ്ങനായാലും മതിയല്ലോ, ഇങ്ങനായാലും മതിയല്ലോ. സഹോദരങ്ങളെ, ഇതേ മാതാപിതാക്കളും ഇതേ കുട്ടികളും ഇതേ ഭാര്യഭർത്താക്കന്മാർ നാളെ പരലോകത്ത് വരും. യുവസൗകര്യവും അള്ളാഹുവോട് നിങ്ങളെ കാണിച്ചു തരും. എത്ര നൂറ്റാണ്ട് മുമ്പ് കണ്ടു വച്ചത, എത്ര കൊല്ലം മുമ്പ് മരിച്ചു പോയത. പിന്നെ പരസ്പരം കാണാ പാടാവത്ത് എന്താണ്ടാവുക? യവത്തൊരു തിരിമു ഭാവിയായ ഒരു മനുഷ്യൻ ആഗ്രഹിക്കും എന്റെ മകനെ പിടിച്ച് നരകത്തിലിട്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ബാപ്പയാലോചിക്കുമ്പോ, എന്റെ ബാപ്പനെ പിടിച്ച് നരകത്തിലിട്ടിട്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന മകനൊരു ഭാഗത്ത്, ഭർത്താവിനെ പിടിച്ച് നരകത്തിലിട്ടിട്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഭാര്യമാരുടെ ഭാഗത്ത്, ഭാര്യനെ പിടിച്ച് നരകത്തിലിട്ടിട്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാർ മറുഭാഗത്ത്. ആലോചിക്കുന്നത് ആരാണീ ഉമ്മ, ആരാണീ ബാപ്പ, ആരാണീ ഭർത്താവ്, ആരാണീ ഭാര്യ? കാരണം അവർക്ക് നൽകിയവർ, കിഡ്നി നൽകിയവർ, രക്തം നൽകിയവർ. ആരാളുടെ കിഡ്നിയിൽ ഒന്ന് എടുത്ത് കൊടുത്തമ്മിമോനും കണ്ണറത്തുകൊണ്ടിരിക്ക ഇമ്മനെ പിടിച്ച് നരകത്തിലിട്ടിട്ട് ഇന്ന് രക്ഷപ്പെടാൻ കഴിയോ? ഓനെ പിടിച്ച് നരകത്തിലിട്ടിട്ട് ഇന്ന് രക്ഷപ്പെടാൻ കഴിയോ? എന്താ ഭഗവാൻ സ്വാർത്ഥം ആലോചിക്കുന്നത്? ഈ ലോകത്തിൽ നമ്മൾ ജീവിതം നൽകി വളർത്തിയെത്തിയ മക്കൾ കടലിന്റെ കഷ്ടം പോലെ കൊണ്ടേറ്റ ഭാര്യമാർ പരലോകത്തെത്തുമ്പോൾ ചിന്തിക്കുക, എനിക്ക് എങ്ങനെ രക്ഷപ്പെടാം? അവിടെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളും ആരുടെ പിന്നടിയിൽ വെച്ച് കെട്ടുമെന്നാണ് അവർക്ക് ആലോചിക്കുക. അതുകൊണ്ട് എന്ത് വേണം? കുടുംബസമേതം പള്ളിയിലേക്ക് പോകണം. യാതൊരു പോകുന്നു, കുടുംബസമേതം പോകുന്നു. നിമിഷത്താളുകൾ കുടുംബസമേതം പോകുന്നു. നമ്മൾ കുടുംബസമേതം പോലെ കണ്ടാണല്ലോ ദൂര ഷോപ്പിംഗ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആലോചിക്കണം. അതുകൊണ്ട് ഒരു ദിവസം എന്നത് സുബഹി ജമാഅത്തിൽ ആരംഭിക്കണം. ഒരാൾ സുബഹി ജമാഅത്തിൽ പള്ളിയിൽ നമസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ഖുർആൻ പ്രത്യേകമായി പരാമർശിച്ച നമസ്കാരവും ഖുർആൻ പാരായണവും അത് സുബഹിയുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ മലക്കുകൾ പകലിൽ ഇവിടെ ഡ്യൂട്ടിക്ക് നിൽക്കേണ്ട മലക്കുകളും രാത്രി ഇവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന മലക്കുകളും ഒരേ സമയം ഒരുമിച്ച് കൊടുത്ത രണ്ട് സമയം, ഒന്ന് സുബഹിയും മറ്റൊന്ന് അസറുമാണ്. സുബിയാണല്ലോ നമ്മളിക്കുന്നത്. സുബിസ്കരിക്കാൻ പഠിച്ചപ്പോൾ ആരാണ്ടാവുക? പകലിൽ ഇവിടെ ഡ്യൂട്ടിക്കുള്ള മലക്കൾ ഇറങ്ങി വന്നിട്ടുണ്ടോ? രാത്രിയുടെ ഡ്യൂട്ടിയുള്ള മലക്കൾ അള്ളാഹുവിലേക്ക് കയറി പോവാൻ തയ്യാറായി വന്നിട്ടുണ്ടാവും. അവർ രണ്ട് കൂട്ടരും നമ്മളെ കാണാം. ഈ കയറിപ്പോണ മലക്കൾ അവിടെ എത്തുമ്പോ അള്ളാഹു ചോദിക്കും, നിങ്ങൾ വരുമ്പോ എന്റെ അടിമകൾ എന്ത് ചെയ്യുന്നു? നല്ലോണം കണ്ടുവല്ലോ. എന്താണ് പറയാ? ഈ സുബീന്റെ സമയത്ത് കയറിപ്പോണ മലക്കള് ഇന്നലെ ഹസന് ശേഷം വന്നതാ. അപ്പൊ ഹസന് വരുമ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്, അവര് കയറിപ്പോകുമ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്.
യാ മലായികതി ഇന്നി ഖദ ഗഫർതു ലഹും, തീർച്ചയായും അവർക്ക് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. അപ്പൊ സുബീന്റെ മഹത്വം ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. മറ്റുള്ളത് പക്ഷേ സ്വന്തം മഹലിൽ നമസ്കരിക്കാൻ പലർക്കും സാധിച്ചു കൊള്ളുന്നില്ല. ഓരോരുത്തരുടെ തിരക്കും ജോലി മറ്റൊക്കെ ഉണ്ടാവും. സുബീക്ക് പള്ളിക്ക് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഹലിലെ ആളുകൾ ആരൊക്കെയാണ് രോഗികൾ, ആരൊക്കെയാണ് യാത്രക്കാര് എന്നൊക്കെ മനസ്സിലാക്കിയത് സുബീന്റെ ശേഷം സംഭവിച്ചിട്ടാണ്. ഇതേ ആളുകൾ പല സ്വർഗത്തിൽ തന്നെയാണ് നമ്മൾ പോകേണ്ടത് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം. ആ സമയത്ത് ഓടുന്ന പരിശുദ്ധ ഖുർആൻ, നമുക്കറിയാം വിശ്വാസം തമ്മിൽ മനുഷ്യൻ ഒരാഴ്ചയിൽ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗത്താണല്ലോ സുബീന്റെ വെള്ളിയാഴ്ച സുബിയാണ്. ഒരാഴ്ച ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് സുബി നമസ്കാരമാണ്. വെള്ളിയാഴ്ച സുബിയ എന്താ സുബിന്റെ പ്രത്യേകത? വെള്ളിയാഴ്ച സുബിന്റെ പ്രത്യേകത അത് മദീന പള്ളിയിൽ ഒരു കൂട്ടക്കാഴ്ചയാണ്. കാരണം അതിൽ ചില പ്രത്യേക സൂറത്തുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. സൂറത്തു സജദ, സൂറത്തു ദഹർ, അതൊന്നും ഒഴിപോലത്ത് വായിച്ചു നോക്കി നമ്മുടെ മനസ്സ് പിടിച്ച് കുലുക്കണേ എന്തൊക്കെ ആയത്തുകളും താക്കീതുകളും ഉന്നതികളും ഈ രണ്ട് സൂറത്തുകൾ ഉൾക്കൊള്ളുന്നു. തീർച്ചയായും ഭാവികളോട് ഞാൻ കണക്ക് തീർത്ത് പ്രതികാരം ചെയ്യും. അള്ളാഹു പ്രതികാരം ചെയ്യാൻ വന്നാൽ ആർക്കാ തടുക്കാൻ പറ്റുക? അടുത്ത ആയത്ത് പ്രവാചകന് ഓതാൻ സാധിക്കാറില്ല. അങ്ങനെ എത്രമേൽ ആയത്തുകൾ സഹോദരങ്ങളെ ഈ രണ്ട് സൂറത്തിലുണ്ട്. പൊലിയതവാക്കും മലക്കുൽ മൗത്തില്ലദീ ലഭിക്കും. നിങ്ങളെ മരിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ജനിച്ച അന്ന് മുതൽ നിങ്ങളുടെ കൂടെയുണ്ട്. മരിക്കുന്ന സമയത്ത് അറിയാൻ ആവശ്യമില്ല. അതിലൊരു മരത്തിന്റെ ജനിച്ച അന്ന് കുട്ടികൾ ആ മരത്തെ ഞാൻ കാണാണ് എനിക്ക് ജീവിതത്തിൽ സ്വന്തമാണ്. അവ മറിച്ചല്ലേ പറയണം പ്രഭാതകരെ നിന്നെ തുടർന്ന് നമസ്കരിക്കാവുന്ന ആളുകളോടും യതവഫാക്കും മൗലകുൽ മൗത്തില്ലദീ ലഭിക്കും. നിങ്ങൾ മരിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളെ യഥാസമയം മരിപ്പിക്കും. സുമ്മയിലാ റബ്ബിക്കും തുർജഊൻ. പിന്നെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടും. വെള്ളിയാഴ്ച രാവിലെ ഞാൻ കൊടുക്കുക റീചാർജില്ല. അതുകൊണ്ടാണ് ആ നമസ്കാരത്തിന് വലിയ പ്രാധാന്യം കിട്ടാൻ കാരണം. 5 നേരത്തെ നമസ്കാരം ഇമാമുൽ ജമാഅത്ത് നമസ്കരിച്ച് ഓരോ ദിവസവും 27 ദിവസമാണ് ഇരട്ടിപ്പിച്ച് മരിച്ചു പോയില്ലെങ്കിൽ ചരിത്രം അവസാനിപ്പിക്കുക. അന്ധനായ സ്വഹാബിയുടെ പ്രവാചകൻ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തും അബസവത്തവല്ല എന്ന സൂറത്തിന്റെ ഇതിവൃത്തം. അബസവത്തവല്ല എന്ന സൂറത്തവല്ലാൻ കാരണക്കാരൻ മരണം വരെ ആ സൂറത്തിറങ്ങിയ ശേഷം അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തും പള്ളിയിലേക്ക് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കും. മർഹബ മർഹബ ലിമൻ ആതബനി ഫി റബ്ബി. എന്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കാൻ കാരണക്കാരനായ താങ്കൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വീകരിച്ച ഉറുദുർമാണത്തിൽ രക്തസാക്ഷിയായി 70 രക്തസാക്ഷിയായപ്പോ ആ കൂട്ടത്തിൽ ഈ കണ്ടു കാണാത്ത മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യരുടെ ചോദിച്ചത് പ്രവാചകരെ എന്നെ കൈ പിടിച്ച് പള്ളിക്ക് കൊണ്ടുവരാൻ പാടില്ല, തപ്പിത്തടഞ്ഞിരിക്കുകയാണ്, മരുഭൂമിയാണ്, പാമ്പുണ്ടാവും, അപകടമുണ്ടാവും, ഞാൻ സുബഹിന്റെ വീട്ടിൽ നിസ്കരിച്ചോട്ടെ എന്നാ ചോദ്യം. സ്വാഭാവികമായി ഈ സുബി വീട്ടിൽ നിസ്കരിച്ചോ, മറ്റ് നിസ്കാരത്തിനൊക്കെ പള്ളിക്ക് പോരെ. മദീനത്തെ പള്ളിയൊക്കെ ആനന്ദമില്ല. ഈ മറുപടി കേട്ട് അബ്ദുല്ലാഹിബ്നു പുറത്തെത്തി ചെരുപ്പിട്ടില്ല. അതിന് മുമ്പ് ജീവിത ശത്രുശ്രമം എവിടുന്ന വലിയതറിയോ ഏഴാനാകുന്ന പോലെ നമ്മുടെ ജീവിതത്തിലാണ്. ഈ പള്ളിയിൽ പുറത്തെത്തുമ്പോൾ 7-ാം ആകാശത്തിന് പോകുന്ന ജീവിതത്തിലൂടെ എത്തണമെങ്കിൽ അദ്ദേഹം പോകുന്ന സ്പീഡൊക്കെയാണ്. അദ്ദേഹം പറയാനുള്ള കാര്യത്തിന്റെ ഗൗരവം ചെരുപ്പിട്ടില്ല. ഇതിലൊന്നും റസൂലുള്ളാഹി പ്രവാചകൻ പറഞ്ഞ മറുപടി തെറ്റിക്കിട്ടോ അതിന്റെ തിരിച്ചു പിടിക്കണം. ഞാൻ പാടില്ല, ചെരുപ്പിട്ടില്ല. അദ്ദേഹം കൊണ്ടുവന്നു ഇന്ത്യ പ്രവാചകനെ ആ സമയത്ത് നിതാ ഈ പള്ളിയിൽ വാക്ക് വിളിച്ചാൽ നിന്റെ വിട്ട് കേൾക്കോ? അത് കേൾക്കും. ഒറ്റ വാക്ക് ഓരോ ഒഴിവെടുക്കില്ല. നിങ്ങൾ പറയും നമുക്കൊക്കെ അടുത്ത ഒഴിവെടുക്കും. എത്ര പള്ളിയുടെ വാക്ക് കേൾക്കാൻ സുബീന്റെ വാക്ക് എന്തൊക്കെ കേൾക്കുമ്പോൾ 10 കൊല്ലം വാങ്ങാൻ കഴിയില്ലേ? എന്നിട്ടോ
ബാങ്ക് കേൾക്കുമെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കാരമില്ലെങ്കിൽ നമുക്ക് ആർക്കും അതുപോലെ ഉണ്ടാവാം. ഒരു ദിവസം ആരംഭിക്കേണ്ടത് സുന്നീയമായത്തിലാണ്. മരണം വരെ 5 നേരത്തെ നമസ്കാരം ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കാൻ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ, റബ്ബ് ജഅൽനി മുഖീമസ്സലാത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഈസാ നബി അലൈഹിസ്സലാം വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമസ്കാരവും സക്കാത്തും അനുവർത്താൻ അല്ലാഹുവോട് കൽപ്പിച്ചിരിക്കുന്നു. നമസ്കാരത്തിന്റെ പ്രാധാന്യം അതാണ്. ഒരു ദിവസത്തെ ഇസ്ലാമിൽ പരിശോധിക്കുമ്പോൾ അത് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് സുബഹി ജമാഅത്തിലാണ്. അങ്ങനെ നമസ്കാരത്തിന്റെ ഗൗരവം, പള്ളിയുടെ പ്രാധാന്യം, പള്ളിയിൽ പോകുന്നതും വരുന്നതിനും നമസ്കരിക്കുന്നതിനും ഒക്കെയുള്ള കൂലി മനസ്സിലാക്കി അത് പരമാവധി ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ-ഫായിസീന ബില്ലാഹ് തഖ്വല്ലാഹു അലൈഹി. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ ഓർമ്മിക്കുകയാണ്. അബ്ദുൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ സുബൈർ ഇബ്നു അബ്ബാസ്, സുബൈർ ഇബ്നു അബ്ബാസ് മാപ്പിന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. സുബൈർ ഇബ്നു അബ്ബാസിന്റെ മകനാണ് അബ്ദുല്ലാഹി സുബൈർ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളാണ് സുബൈർ ഇബ്നു അബ്ബാസ്. അദ്ദേഹത്തിന്റെ പുത്രനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. അദ്ദേഹത്തിന്റെ ചരിത്രത്തെ പേര് ഇമാമത്തുൽ മസ്ജിദ്, പള്ളിയിലെ പ്രാവ്. ഈ പ്രാവുകളുടെ എവിടുന്നാണോ പറന്നു പോയത് അതേ സ്ഥലത്ത് ഉണ്ടാവും. 24 വഴിയിൽ തന്നെയാണ്. അർശിന്റെ തണൽ അല്ലാഹു വാഗ്ദാനം ചെയ്തത് പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുത്തി വെക്കുക. അർശിന്റെ തണലില്ലെങ്കിൽ കാബ എടുക്കാണ്ടാവുക. പരലോകത്ത് മഹ്ശറിൽ നിൽക്കുന്നത് ഹൃദയനായ എന്റെ താടിയിൽ നിന്ന് വലിച്ചു വരുന്ന വിയർപ്പിൽ കീഴ്പ്പെട്ട് പോകാൻ ഗ്യാപ്പുണ്ടാവില്ല. മറ്റവന്റെ പുറം എന്റെ നെഞ്ചിലേക്ക് അത്ര ജാമ. നമ്മൾ ഒരുപാട് കുത്തലിട്ടില്ലേ, കാല് കുത്താൻ സ്ഥലങ്ങളിലെ ട്രെയിനിൽ ഇരുന്നോ വീണ കിലോമീറ്റർ കണ്ട ഗ്യാപ്പുണ്ട്. അയാളുടെ ഗ്യാപ്പ് ഇല്ലാവില്ല, തെക്കില്ല. എങ്ങനെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യന്റെ ബാക്ക് ഭാഗം എന്റെ നെഞ്ചിലേക്ക് അമർന്ന് നിന്നിട്ട് എന്റെ മേത്തിന് വലിച്ചു വിടുന്ന വിയർപ്പിന് കീഴ്പ്പെട്ട് പോകാൻ സ്ഥലം ഉണ്ടാവില്ല. അതാ മനുഷ്യ. തലന്റെ പോലെ സൂര്യന്മാരാ സഹോദരന്മാരെ, ഒറ്റ തണലുള്ളൂ, അർശിന്റെ തണൽ. അത് വാഗ്ദാനം ചെയ്തത് 7 വിഭാഗത്തില. രണ്ടാമത്തെ പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുത്തിയവൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അർശിന്റെ തണൽ കിട്ടുന്ന ലോകത്തിൽ പള്ളിയോട് ബന്ധപ്പെടാനും പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. തമ്പുരാനെ, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പോലെ നാളത്തെ സ്വർഗത്തിൽ കുടുംബസമേതം ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് കൂടണേ തമ്പുരാനെ. ഞങ്ങൾക്ക് മരിച്ചവരെല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗികളായ എല്ലാവർക്കും നീ ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം അതിൽ മാനുഷികമായി വന്നുപോകുന്ന ന്യൂനത പരിഹരിച്ച് പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. കൂടുതൽ കൂടുതൽ അമൽ സ്വാഗതം ചെയ്യുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. ആഗ്രഹമാകുന്ന റമളാൻ ആരോഗ്യത്തോടെ ഉപയോഗപ്പെടുത്താനുള്ള സർവ്വ തൗഫീഖും നൽകി ഞങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب